പശ്ചിമേഷ്യൻ പേടി മാറിയിട്ടും ഓഹരി വിപണിക്ക് ഇന്നും ചുവപ്പ്. സെൻസെക്സ് ഇടിഞ്ഞത് 700 പോയിന്റ് വരെ. എന്താണ് കാരണം? 1. ദക്ഷിണ കൊറിയൻ ഓഹരി മാർക്കറ്റിൽ വ്യാപാരം 2 തവണ 20 മിനിറ്റ് നിർത്തിവെക്കേണ്ടി വന്ന വിധം ഉണ്ടായ വിൽപ്പന സമ്മർദ്ദം. 2. US ഫെഡ് നിരക്ക് ഉയർത്തുമെന്ന ആശങ്ക. 3. IT ഓഹരികളുടെ കനത്ത വിൽപ്പന. 4. ഡോളർ ഉയർച്ചയ്ക്കൊപ്പം രൂപയ്ക്ക് പിന്നെയും വീഴ്ച. 5. ലാഭമെടുപ്പ്. ലോകത്തെ ഏറ്റവും വലിയ മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പിന്റെ അമരം പിടിക്കാൻ ഇന്ത്യക്കാരൻ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ക്രെഡ് സ്ഥാപകൻ കുനാൽ ഷായെ നിയോഗിച്ച് മെറ്റ. ക്രെഡിൽ 8550 കോടി രൂപയുടെ ഭീമൻ നിക്ഷേപം പ്രഖ്യാപിച്ച് മെറ്റ. വിവിധ വിമാനത്താവളങ്ങളിൽ 5 വർഷം കൊണ്ട് 1 ലക്ഷം കോടി രൂപ വരെ നിക്ഷേപിക്കുമെന്ന് അദാനി ഗ്രൂപ്പ്. സർക്കാർ നടപടികൾക്കൊത്ത് 11 പുതിയ വിമാനത്താവളങ്ങളിൽ കൂടി നിക്ഷേപം ഇറക്കുമെന്നും അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ഡയറക്ടർ ജീത് അദാനി. ഹോർമുസ് കടലിടുക്കിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായി റെക്കോർഡ് കപ്പൽ ഗതാഗതം. തിങ്കളാഴ്ച കടന്നത് 35 ചരക്ക് കപ്പലുകൾ. എന്നാൽ സമാധാന കാലവുമായി തട്ടിച്ചു നോക്കിയാൽ ഇത് 1/3 മാത്രം. നിർമ്മിത ബുദ്ധിയുടെ അധികാര കേന്ദ്രം വിരലിലെണ്ണാവുന്ന ഏതാനും കമ്പനികൾക്കാവുന്നത് അപകടമെന്ന് സത്യ നദല്ല. അതുവഴി ഉണ്ടാവുന്ന തൊഴിൽ നഷ്ടവും സുരക്ഷാ ആശങ്കയും ജനം സഹിച്ചെന്നു വരില്ലെന്നും മൈക്രോസോഫ്റ്റ് CEO. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.